ഇന്നത്തെ ടോപ്പിക് ഖജുരാഹോയിലെ ശില്പങ്ങളെക്കുറിച്ച് ആണ്. മധ്യപ്രദേശിലെ ഛത്തർപൂർ ജില്ലയിലെ ഒരു ഗ്രാമമാണ് ഖജുരാഹോ. മധ്യകാല ഇന്ത്യയിലെ പ്രമുഖ ഹിന്ദു ജൈന ക്ഷേത്രങ്ങളും ഈ ക്ഷേത്രങ്ങളിൽ കൊത്തിവെച്ചിട്ടുള്ള രതിശില്പങ്ങളുമാണ് ഖജുരാഹോയെ പ്രശസ്തമാക്കുന്നത്. ഖജൂർ എന്ന ഹിന്ദി വാക്കിൽ നിന്നുമാണ് ഈ ഗ്രാമത്തിന് ഈ പേര് ലഭിച്ചത്. ഖജൂർ എന്ന വാക്കിൻ്റെ അർത്ഥം ഈന്തപ്പന എന്ന് ആണ്. വാഹക എന്നാൽ ചുമക്കുന്നവൻ എന്ന് ആണ് അർത്ഥം. ക്ഷേത്രങ്ങളുടെ കവാടമായി 2 സ്വർണ്ണ ഈന്തപ്പനകൾ ഉണ്ടായിരുന്നുവെന്ന് ഐതിഹ്യങ്ങൾ പറയുന്നു. എന്നാൽ അവ വീണ്ടും കണ്ടെത്തിയപ്പോൾ അവിടെയുണ്ടായിരുന്നില്ല. ഖജൂർവാഹ എന്ന വാക്കിൻ്റെ അർത്ഥം തേളിനെ ചുമക്കുന്നവൻ എന്ന് ആണ്. ശിവന്റെ മറ്റൊരു പ്രതീകാത്മക നാമമാണ് ഇതെന്നും കരുതുന്നു. പത്ത് മുതൽ 12 നൂറ്റാണ്ട് വരെ മധ്യേന്ത്യ ഭരിച്ചിരുന്ന ചന്ദേല രജപുത്രന്മാരുടെ തലസ്ഥാനമായിരുന്നു ഇവിടം. 950-ലാണ് ഖജുരാഹോയിലെ ക്ഷേത്രങ്ങളുടെ പണി തുടങ്ങിയത് എന്ന് കരുതുന്നു. 1050-ൽ പണി അവസാനിക്കുകയും ചെയ്തു. ഖജുരാഹോ ക്ഷേത്രസ്ഥലത്ത് 85 ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് ചരിത്രരേഖകൾ പറയുന്നു. 6 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള 25 ക്ഷേത്രങ്ങൾ മാത്രമേ ഇന്ന് അവശേഷിക്കുന്നുള്ളൂ. ലക്ഷ്മൺ ക്ഷേത്രം, ചിത്രഗുപ്ത ക്ഷേത്രം, വിശ്വനാഥ് ക്ഷേത്രം, കന്ദരിയ മഹാദേവ ക്ഷേത്രം എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ക്ഷേത്രങ്ങൾ. 1986-ൽ ഇവ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. രാജസ്ഥാനിലെ 10-ാം നൂറ്റാണ്ടിലെ ഭണ്ഡ് ദേവക്ഷേത്രം ഖജുരാഹോ സ്മാരകങ്ങളുടെ ശൈലിയിൽ നിർമ്മിച്ചത് ആണ്. ഇതിനെ ലിറ്റിൽ ഖജുരാഹോ എന്നും വിളിക്കാറുണ്ട്. എല്ലാ വർഷവും ഫെബ്രുവരിയിൽ ഖജുരാഹോ നൃത്തോത്സവം നടക്കുന്നു. ചിത്രഗുപ്ത ക്ഷേത്രത്തിൻ്റെയോ വിശ്വനാഥ ക്ഷേത്രത്തിൻ്റെയോ പശ്ചാത്തലത്തിൽ വിവിധ ഇന്ത്യൻ ക്ലാസിക്കൽ നൃത്തങ്ങൾ ആണ് അവതരിപ്പിക്കുന്നത്.